ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ഓമനപുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള നല്ല പകലിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിന്റെ പാദപീഠത്തിൽ സുഖഭേദമന്യേ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങൾ ഒരുക്കി തന്നിരിക്കുന്ന വിലപ്പെട്ട സാവകാശത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ സമയം ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ നിന്ന് രാവിലെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ബ്ലസ്സിന്റെയും കൃപയുടെയും കുടുംബജീവിതത്തിൽ ദൈവരെ കഴിഞ്ഞ നാളുകളിൽ ജയോത്സവമായി വഴി നടത്തി കർത്താവരെ ആഗ്രഹിക്കുന്ന പട്ടണത്തിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവരുടെ കുടുംബജീവിതത്തിൽ കർത്താവ് നൽകിയതായ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ ജനന ദിവസം മുതൽ ഇത്രത്തോളം അവിടുന്ന് പരിപാലിച്ചു. ആമേൻ. നമ്മളെ വളർത്താനുള്ള കൃപ നിന്റെ മക്കൾക്ക് ദൈവം നൽകി ഇതുവരെ അവരെ ജയോത്സവമായി കുടുംബമായി വഴി നടത്തിയത് കൊണ്ട് സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആഗ്രഹിച്ച് തീരുമാനിച്ചിരിക്കുന്ന പ്രകാരം പ്രിയ പൈതലിന്റെ ഡെഡിക്കേഷൻ ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പ്രാരംഭ സമയം മുതൽ ഇത് അവസാനം ദൈവത്തിന്റെ കൃപ അവിടുന്ന് ഞങ്ങളുടെ മേലോരോരുത്തരുടെ മേലും പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ അനുഭവിപ്പാനിടയാക്കണമേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇനി വരുവാനുള്ളവരെ വേഗത്തിൽ കൂട്ടിവരുത്തണമേ. തുടർന്നുള്ളതായ സമയങ്ങളിൽ ദൈവകൃപയുടെ മറവിൽ ഞങ്ങൾ ഇരുത്തേണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരു പാട്ട് പാടി ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിച്ചു. വാഴ്ത്തുക നീ മനമേ എൻ പാരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പാരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക വാഴ്ത്തുക വാഴ്ത്തുക
ആനാമേ പുലിനോ രാമി ജീവിത പുലിനോ ജീവിത നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഏകാഗ്രമായി ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ പ്രിയമുള്ളവരെ, നാം ആഗ്രഹിച്ച് തീരുമാനിച്ച് ചർച്ചിൽ അനൗൺസ്മെന്റ് ചെയ്ത പ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന്റെയും കൃപയുടെയും കുടുംബജീവിതത്തിൽ ദൈവത്തിന് നൽകിയതായിട്ടുള്ള വൈതല്യങ്ങൾ സൂചിക്കുവാനായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമ്മൾ വന്നുയർന്നിരിക്കുമ്പോൾ ഈ ശുശ്രൂഷ പ്രാരംഭ നിമിഷം മുതൽ ഇത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് വരെ കർത്താവിന്റെ ദൈവമായ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷയെ അലങ്കരിപ്പാൻ ദൈവസന്നിധിയിൽ നമുക്ക് രാവിലെ അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവം സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ കൃപയെന്ന് മാത്രമാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ, ഈ കോവിഡിന്റെ മഹാമാരിയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് ഈ ശുശ്രൂഷയ്ക്കായി വന്നിയേരാൻ സ്വർഗത്തിലെ ദൈവം സാവകാശം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച്, എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് ദൈവം നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്കായി ഒരുക്കി തന്ന ദൈവത്തിന് ഇന്ന് രാവിലെ നമുക്ക് സ്തോത്രം ചെയ്യുകയും കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുവാനായി സമയം വേർതിരിക്കുകയാണ്. സഹോദരിമാരുടെ ഭാഗത്ത് സഹോദരിമാരുടെ ഭാഗത്താണ് പ്രാർത്ഥിക്കുന്ന വൈഫ് മത്സമ പ്രാർത്ഥിക്കും. സഹോദരിമാരുടെ ഭാഗത്ത് പർവ്വതത്തിൽ വന്ന് സഹോദരിമാരുടെ ഭാഗത്ത് അച്ചായ പ്രാർത്ഥിക്കും. മത്സമ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന.
ഹല്ലേലൂയ. Oh, glory, 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 glory. Hallelujah. Oh, glory. Hallelujah. Yeah. കരുണയുള്ള നിങ്ങളുടെ സ്വർഗ്ഗ നല്ല പിതാവേ, യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എല്ലാ വിലയുടെ ദാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാലം നിന്റെ അഭിഷിക്ത ദാസന്മാർ ഒരുമിച്ച് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിന്റെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക, സമർപ്പണ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. കർത്താവേ, കുഞ്ഞിന്റെ മാതാപിതാക്കൾ, ആമേൻ, ഇരു കുടുംബത്തിലെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റു ദൈവജനം ഒരുമിച്ച് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദാസം ഒരുമിച്ച്, കുടുംബം ഒരുമിച്ച് ഇന്ന് പകൽക്കാലം തിരുസന്നിധിയിലായിരിക്കുന്നല്ലോ കർത്താവേ. തുടർന്ന് ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരങ്ങളെ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ആമേൻ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ ഉപകാരങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും
തിരുനാമത്തെ ഞങ്ങൾ ഒരുമിച്ച് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ ശുശ്രൂഷയുടെ നടുവിലേക്ക് അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യം വളരെ ശക്തിയോടെ ഇറങ്ങി വന്ന ആ കുഞ്ഞിനെയും കുടുംബത്തെയും ശുശ്രൂഷ നിർവഹിക്കുന്ന അങ്ങയുടെ ദാസനെയും മറ്റുള്ളവരെയും ഒരുമിച്ച് ഞങ്ങൾക്ക് അനുഭവിക്കാൻ തക്കവണ്ണം ആത്മാവിന്റെ നിയോഗം ഇന്ന് മുതൽക്കാരുടെ വ്യാപരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്കെല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല പകലിനായി ദൈവത്തെ ധാരാളമായി സ്തുതിക്കുന്നു. കർത്താവിന്റെ പാതകൾക്ക് ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവ ജനതയും കർത്താവിന്റെ നേതൃത്വത്തിൽ അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, അതുപോലെ തന്നെ ഇന്ന് പകൽ നമ്മൾ വന്നിരിക്കുന്നതായ നമ്മുടെ സഹോദരങ്ങൾ നസ്ലിന്റെയും കൃപയുടെയും കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ പൈതലിനെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ചതാണ് പൈതലുമായി കഴിവന്നിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ എന്റെ വന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് ദൈവത്തിൽ പറയുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഈ വിലയേറിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാവിലെ നാം ഒന്നിയേർന്നിരിക്കുന്നത് പാലമത്തിൽ വീട്ടിൽ സാംസൈമന്റെയും കുടുംബജീവിതത്തിൽ ദൈവം നൽകിയതായ വിഷയം അന്നാസ. ഈ കുഞ്ഞിന്റെ പ്രതിഷ്ഠാശുശ്രൂഷയ്ക്കായിട്ടാണ് ഇന്ന് രാവിലെ ആലയത്തിൽ ഒരുമിച്ച് കൂടി വന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാവിലെ ഈ ശുശ്രൂഷ നിർവർത്തിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് അതിയായ സന്തോഷം. ഏറിയ നാളുകളിലും ദൈവസന്നിധിയിൽ തന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ പരിണതഫലമായി ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു പൈതലിനെ അവരുടെ കുടുംബജീവിതത്തിൽ ദാനമായി നൽകി. അതിൻ്റെ മറ്റു പശ്ചാത്തലത്തൊന്നും ഞാനിന്ന് പകൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് മാനസിക കൂടെ തലമുറകളുള്ള ബന്ധത്തിൽ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിപ്പോയി. ദൈവത്തിലുള്ള ആശ്രയം കൈവിടാതെ അത് പറയാതെ മനസ്സിലാക്കിയ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകൂടെ പ്രവർത്തിച്ച് കർത്താവിനെ ഒന്നുകൂടെ തങ്ങളുടെ ജീവിതത്തിൽ രുചിയറിയാതെ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവനെന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും എന്ന തിരുവചനത്തിൽ വായ്പായതുപോലെ കർത്താവ് ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ അവരോട് ചേർന്ന് ശുശ്രൂഷിക്കും. പ്രിയമുള്ളവരെ, നമുക്കും സന്തോഷത്തോടെ ഈ
ഇതിൽ പ്രവേശിക്കുവാൻ പങ്കാളികളാകാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വന്നുകേർന്നിരിക്കുന്ന ചില ദൈവദാസന്മാരുണ്ട്. കൃപയുടെ മാതൃസഭയിൽ ഇപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് എബ്രഹാം, മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ജോൺസൺ മാത്യു, എറണാകുളത്ത് നിന്ന് അഭിലക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതായ പാസ്റ്റർ എം. ഈ ദേവദാസന്മാരെ പ്രത്യേകം ക്ഷണിച്ച് വന്നവരാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ വിൽസൺ കൃപയുടെ പിതാവാണ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ അംഗമാണ് പാസ്റ്റർ ടൈറ്റസ്. അതുപോലെ വന്നിരിക്കുന്ന എല്ലാ സഭാ അംഗങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ഇന്ന് പകൽ അനുഗ്രഹിക്കുന്നതാണ്. ഈ ശുശ്രൂഷയിലേക്ക് ഇന്ന് പകൽക്കാലം പ്രവേശിക്കുമ്പോൾ അല്പസമയം ദൈവവചന ധ്യാനത്തിനായി പ്രാരംഭമായി സമയം വേർതിരിച്ച അനന്തരം പേരൻസിനെ സാക്ഷ്യവാക്യം പറയാനുള്ള അവസരങ്ങൾ നൽകാമെന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിലെ വചനത്തിൽ 128 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാൾക്കൊന്ന് വായിച്ച് സഹായിക്കാൻ 128 സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യം. നിന്റെ മകൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിലെ സമാധാനം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷകളൊക്കെ നമ്മൾ സാധാരണയായി വായിക്കുന്ന ഒരാശ്വാസമാണ്. 127 സങ്കീർത്തനത്തോട് തന്നെ ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന സങ്കീർത്തനമാണ് 128 സങ്കീർത്തനമാണ്. 127 അവിടെ 3-ാമത്തെ വാക്യം, മക്കളെ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ യാവനാഴിക നിറച്ചു വയ്ക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഒരു ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ചൈൽഡ് ഡെഡിക്കേഷൻ, ശിശുപ്രതിഷ്ഠ എന്നൊരു ശുശ്രൂഷ ആ വിധത്തിൽ ഉപദേശമായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ദൈവം തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ തലമുറകളെ ദൈവം നൽകിയപ്പോൾ ആ പൈതൃകമായി യഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് ആലയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നതായി സമർപ്പിക്കുന്നതായി ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മോശയുടെ ജീവിതം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതായ മോശ, തിരിച്ചു കിട്ടിയ മോശയെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് മാതാപിതാക്കൾ ആ കുഞ്ഞിനെ വളർത്താനുള്ള ഭാഗ്യം ദൈവം നൽകിയെന്ന് തിരുവചനങ്ങളെ പഠിപ്പിക്കുന്നു. ദീർഘനാളുകളിൽ ദൈവസന്നിധിയിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഹന്ന
തലമുറയെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ ആലയത്തിൽ ആ പൈതലുമായി കടന്നു ചെന്ന് ആ കുഞ്ഞിനെ ആലയത്തിൽ കൊടുക്കുന്നതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ മാതാപിതാക്കൾ ദൈവത്തിന്റെ ആലയത്തിൽ ശിശുവുമായി പോയി. ആ നാളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ആലയത്തിലെ പതിവുകൾ തെറ്റിക്കാതെ ആലയത്തിൽ കൊണ്ടുപോയി ആ ശിശുവിനെ സമർപ്പിക്കുന്നതായി ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാനിന്ന് പകൽക്കാലം സന്തോഷത്തോടെ ഒരു കാര്യം പറയട്ടെ. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ബ്ലസ്സനും കൃപയും നല്ല ആത്മീയ പശ്ചാത്തലത്തിൽ, നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അവർക്കൊരു കുഞ്ഞിനെ ദൈവം നൽകിയിരിക്കുമ്പോൾ ആ പൈതലിനെ എങ്ങനെ വളർത്തണം എന്നുള്ളത് ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഞാൻ അവർക്ക് വേണ്ടി ഉപദേശം പറയേണ്ട ആവശ്യകത അത്ര വലുതായിട്ടില്ല. കാരണം അവർ ദൈവകൃപയിലാണ് നോക്കുന്നത്. അവരുടെ മാതാപിതാക്കൾ ദൈവകൃപയിൽ ദൈവത്തെ നന്നായി സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ ഒരു ആത്മീയ പൈതൃകത്തിൽ പശ്ചാത്തലത്തിൽ ജനിച്ചിരിക്കുന്ന ഈ പൈതലിനെ ദൈവകൃപയിൽ വളർത്തേണ്ട ഉത്തരവാദിത്വം ഈ സഹോദരങ്ങൾക്ക്, ഈ കുഞ്ഞുങ്ങൾക്ക് നന്നായി വശമുണ്ട്. അവർക്കതറിയാം എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം. അവരിന്ന് ആരാധിക്കുന്നത് ബാംഗ്ലൂരിലുള്ളതായ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അംഗങ്ങളായി അവിടെ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്നു. ആ സഭയിൽ അവിടെയുള്ളതായ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിന് ആത്മീയമായ എല്ലാ കൈത്താങ്ങലുകളും ആ സഭയ്ക്ക് നൽകാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കും. ഞാൻ ആ ദേശത്തെ സഭയിൽ ഒരാഴ്ചത്തെ മീറ്റിങ്ങിനായി കടന്നു ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്, സഭയുടെ എല്ലാ ആക്ടിവിറ്റീസിലും ഇവർ വളരെ നന്നായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ ഈ പൈതലെ വളർത്താനുള്ള കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ ഞങ്ങൾക്കൊരു പൈതലിനെ തന്നാൽ ആ കുഞ്ഞിനെ ഞങ്ങൾ ദൈവത്തിന്റെ വേലയ്ക്കായി വളർത്തിക്കൊണ്ടുവരും. ആ തീരുമാനമാണ് ദൈവസന്നിധിയിൽ പറഞ്ഞ് തലമുറകളെ അനേകർക്ക് നൽകിയ സംഭവം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷെ പിന്നത്തേതിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന അവരുടെ ദർശനം മാറിയിട്ട് ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസവും അറിവും ജ്ഞാനവും പാണ്ഡിത്യമൊക്കെ നൽകി അവരെ ഭൗതികമായ കാര്യങ്ങളിൽ വളർത്തി വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്സാഹിക്കുന്ന ആളുകൾ പിന്നത്തേതിൽ ആ തലമുറയെ ഓർത്ത് സങ്കടപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നത് എന്നെ ഈ ശുശ്രൂഷയുടെ പരിചയത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അവൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന തലമുറയുടെ മുമ്പിൽ ഇവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ദൈവത്തിൽ നൽകിയിരിക്കുന്ന പൈതലിനെ മാതൃകാപരമായ ശിക്ഷണത്തിലും ദൈവവചനത്തിന്റെ നിറവിലും പരിശുദ്ധാത്മാവിന്റെ തികഞ്ഞ അച്ചടക്കത്തിലും അതിനെ വളർത്താനുള്ള ഉത്തരവാദിത്വം ഇവർ സ്വതവേ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള തെളിവാണ് ഇന്ന് പകൽ ആലയത്തിൽ ഈ ശിശുവുമായി അവർ വന്നു ചേർന്നിരിക്കുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമാണ്
ദൈവം നൽകിയിരിക്കുന്ന ഈ പൈതൃക മുൻപാകെ മാതൃകാപരമായ ജീവിതം നയിച്ച് എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം പുലർത്തുന്നവരായ ദൈവകൃപയിൽ പൈതൃക വളർത്താനുള്ള ഉത്തരവാദിത്വവും അവരേറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. വളരെ സങ്കടത്തോടെ നാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ വളർന്നു വരുമ്പോൾ വളരെ ആത്മീയ ദാഹത്തിലും വലിയ ഉത്സാഹത്തിലുമൊക്കെ കുഞ്ഞുങ്ങൾ വളർന്നു വരാറുണ്ട്. എന്നാൽ പിന്നത്തേതിൽ അവരെ ദൈവസന്നിധിയിൽ ആ റൂട്ടിലേക്ക് അവരെ നയിക്കാൻ മാതാപിതാക്കൾ പരാജയപ്പെട്ടത് നിമിത്തം സ്തോത്രം കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകുന്നതായ സാഹചര്യങ്ങളാണ് ഇന്ന് പകൽ നാം പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഞാൻ നിങ്ങളുടെ വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചതിന്റെ വാക്കുകൾ ചുരുക്കാനായിട്ട് ഇന്ന് രാവിലെ ആഗ്രഹിക്കുകയാണ്. കുടുംബജീവിതം, കുഞ്ഞുങ്ങളെ വളർത്താനുള്ള മാതൃക, അതുപോലെ തന്നെ വാസ്തവമായി ശിക്ഷണം കൊടുത്ത് വളർത്തുക, എല്ലാറ്റിനുപരിയായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് രാവിലെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ദീർഘമായി ആ വിധത്തിൽ ശുശ്രൂഷിക്കാൻ എന്നെ മുന്നിൽ സമയമില്ല. ദൈവത്തിന് നൽകിയതായ തലമുറകളെ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ച് അവരെ ആ വിധത്തിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം പേരൻസിനോടുള്ളതായ ബന്ധത്തിൽ ശുശ്രൂഷനുള്ളതായ നിലയിൽ ഒന്നുണ്ട് വാക്കുകൾ. ദൈവമക്കളെ നിങ്ങളോട് പറയേണ്ടത് അത്യാവശ്യമായ കാര്യമാണല്ലോ. അത് പറയാതെ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചു പാടില്ല. ദൈവത്തിന്റെ വചനം അവരെ പഠിപ്പിക്കുക. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം എടുത്ത് വായിക്കാം. ആവർത്തനം 6-7 വാക്യങ്ങൾ. മാതാപിതാക്കൾ പറയുകയാണ്, ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. ബ്ലസ്സനോടും കൃപയോടും മാത്രമായി പറയുന്ന കാര്യമാണിത്. ദൈവം തലമുറകളെ ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട അതിപ്രധാന കാര്യമാണ് ദൈവത്തിന്റെ വചനം. പ്രിയരെ, നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തി നിറയ്ക്കണം. നമുക്കറിയാം, ഇപ്പോൾ ടെക്നോളജി വർദ്ധിച്ചു വന്നതിനാൽ ആരാധനയ്ക്ക് പോലും വേദവസ്ത്രം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിട്ട് ആലയത്തിൽ വരുന്ന ആളുകളെ കാണാം. ഞാൻ ചില സഭകൾ കണ്ടിട്ടുണ്ട്, ആരാധന വേദവസ്ത്രം അവിടെ എവിടെയെങ്കിലും ഷെൽഫോ അതുപോലെ വേദവസ്ത്രം വെക്കാൻ പറ്റിയ ഏരിയകളുണ്ടെങ്കിൽ ആരാധന മടങ്ങി പോകുമ്പോൾ അവിടെ ബൈബിൾ വെച്ചിട്ടാണ് പോകുന്നത്. ഈ വേദവസ്ത്രമായിട്ട് ഇവർക്ക് എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വരാൻ, ആരാധനയിൽ ഈ വേദവസ്ത്രം പിടിച്ചുകൊണ്ട് തിരിച്ചു പോകാനും വൈമനസ്യമുള്ള മാതാപിതാക്കൾ. ഇപ്പോൾ വേദവസ്ത്രത്തിന് പകരം മൊബൈൽ ഫോണിൽ ദൈവവചനം കൂടെ അതിന്റെ ആജ്ഞകൾക്ക് കയറ്റിയിട്ട് മൊബൈലിൽ കൊണ്ടു നടന്ന് തൃപ്തി അടയുന്ന ആളുകളുണ്ട്. ഞാനിന്ന് രാവിലെ പറയാം, മറ്റുള്ള പല സംഭവങ്ങളുടെ കൂട്ടത്തിൽ വേദവസ്തുക്കളെ കയറ്റിവെച്ച് മൊബൈൽ സൗകര്യപ്രദമായി കൊണ്ടു നടക്കുന്ന ആ രീതി, ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തോട് നാം കാണിക്കുന്ന അനാദരവാണ്. ഞാനിത് പറയുന്നത് ശരിയാണെങ്കിൽ സ്തോത്രം എന്ന് പറയാം. സ്തോത്രം. പണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ നാളുകളിൽ അവർ വേദവസ്ത്രം കയ്യിലെത്തി. എങ്ങനെയുള്ള പുസ്തകം? 2 പേര് പിടിച്ചാൽ പൊക്കാൻ പറ്റാത്ത വേദവസ്ത്രം കയ്യിലെടുത്ത് ഏത് തെരുത്തോടുകളിലും ഏത് ആരാധനകളിലും എവിടെയും വചനം കൈയെടുത്തുകൊണ്ട് അവർ യേശുവിന്റെ സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമായിരുന്നില്ലേ കേരളക്കരയിലെ പെന്തക്കോസ്തിന്റെ പാരമ്പര്യം. ഇന്നത് മാറിയിട്ട്
ദൈവത്തിന്റെ വചനത്തിന് മുഖ്യമായ സ്ഥാനം കൊടുക്കാതെ ലോകത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഭൗമികമായ പല കാര്യങ്ങളിലും കേന്ദ്രീകരിച്ച് അതിൽ സുഖിച്ച് അതിൽ സന്തോഷിച്ച് ദൈവത്തിനോ ദൈവത്തിന്റെ വചനത്തിനോ പ്രഥമമായ സ്ഥാനം കൊടുക്കാൻ മനസ്സില്ലാതെ അവൻ മുൻപോട്ട് പോകുന്ന മാതാപിതാക്കൾ പിന്നത്തേതിൽ അവർ ദുഃഖിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇന്ന് പകൽ നാം മറക്കരുത്. യേശുവിന്റെ നാമത്തിൽ ജയം. ഇവിടെ പറയുന്ന വചനത്തിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടായിരിക്കണം. നിന്റെ അകത്ത് ഈ വചനം നിറച്ചാൽ ആ വചനം നിന്റെ തലമുറകൾക്ക് നീ പകർന്നു കൊടുക്കാൻ നിനക്ക് കഴിയും. അകത്ത് വചനമില്ലാത്തവർക്ക് മാതാപിതാക്കളെ നമ്മുടെ ഉള്ളിൽ വചനമില്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് എങ്ങനെ ഇത് പകർന്നു കൊടുക്കാൻ പറ്റും? ഈ രാവിലെ സമയം പ്രൈസ് ദി ലോർഡ്, ഒരു കാലഘട്ടത്തിൽ വാക്യം കാണാപ്പാടം പഠിക്കാതെ വീട്ടിൽ ആഹാരം കൊടുക്കത്തില്ല എന്ന തീരുമാനത്തോടെ ഇന്ന് മാതാപിതാക്കൾ നമ്മുടെ കേരളക്കരയിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഇന്ന് ഈ വാക്യം നീ പഠിക്കാതെ നിനക്കിത് കഞ്ഞി തരത്തില്ല എന്ന് നിർബന്ധിച്ച് കുഞ്ഞുങ്ങളെ വാക്യങ്ങൾ പഠിപ്പിക്കാൻ ഉത്സാഹിച്ച ഒരു തലമുറ. സ്തോത്രം. ഇന്ന് ആ സാഹചര്യങ്ങൾ പോയി. ആമൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നതായ ആമൻ മാതാപിതാക്കൾ ആ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോയി. ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിന്റെ വചനം അവർക്ക് കൊടുക്കാൻ സന്ദർശനമുള്ളത് കഴിഞ്ഞേ ഉള്ളൂ, യൂത്ത് മീറ്റിംഗ് അത് കഴിഞ്ഞേ ഉള്ളൂ, സഭ ആരാധന അത് കഴിഞ്ഞേ ഉള്ളൂ. ആമൻ ഇന്ന് പലരുടെ പ്രിയ സ്നേഹിതരോട് ഞാൻ പറയട്ടെ, ദൈവം നമ്മെ തന്നിരിക്കുന്ന തലമുറകൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ടോ? അവർ അത് പഠിക്കുന്നുണ്ടോ? ഈ ആഴ്ചയിൽ പാസ്റ്റർ പ്രസംഗിച്ച വചനം ഏതാണെന്ന് കുറഞ്ഞ പക്ഷം വീട്ടിൽ ചെന്ന് ഒന്ന് റിവിഷൻ നടത്താൻ അവരോട് ചോദിക്കാൻ പോലും മനസ്സ് കാണിക്കാതെ നമ്മുടെ ഓരോ ദിവസങ്ങളും തള്ളിവിടുന്നത് പരാജയത്തിലേക്ക് നാം ചെറുക്കരാശിക്കുകയാണ് എന്ന് ഇന്ന് രാവിലെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരെ ശാസിച്ച് വളർത്തുക. കുഞ്ഞുങ്ങളെ ശാസിക്കുന്ന കാര്യത്തിൽ നാം വളരെ ഗൗരവമുള്ളവരായിരിക്കണം. 1 ശമൂവേൽ 3:13 നമുക്കൊക്കെ അറിയാവുന്ന വാക്യങ്ങളാണ്. വേദപുസ്തകം കയ്യിലുള്ളവർ ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ല കാര്യമാണ്. 1 ശമൂവേൽ 3:13. ഇത് ഏലിയെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന വചനമാണ്. ഏലി പുരോഹിതന്റെ തലമുറകളിൽ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അവർ വ്യതിചലിച്ചു. അവിടെ എഴുതിക്കുന്നുള്ള പാപം എന്താണ്? വായിച്ച വാക്യം, അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവർ അറിഞ്ഞിട്ടും ശ്രദ്ധിക്കുക, അവർ ചെയ്ത പാപം എന്താണ്? പുരോഹിതനാണ്, പുരോഹിത തലമുറകളാണ് പിന്നത്തേതിൽ ഈ ശുശ്രൂഷയിൽ കയറി വരേണ്ടതായ തലമുറകൾ. ആമേൻ. ദൈവത്തോട് പാപം ചെയ്ത് അവരുടെ നാവ് കൊണ്ട് അകൃത്യം വഹിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ അവരെ ശാസിച്ചമർത്താൻ പുരോഹിതൻ പരാജയം. സ്തോത്രം. ഇന്ന് രാവിലെ കുഞ്ഞുങ്ങൾ നമ്മുടെ അരികിലേക്ക് വന്ന് അവൻ നല്ല കാര്യങ്ങൾ അവർ പറയണമെങ്കിൽ അവരെ കേൾക്കെ നല്ല കാര്യങ്ങളെ നാം പറയണം. മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറയുന്നവരാണെങ്കിൽ, മറ്റുള്ളവരെ കുറിച്ച് കുഞ്ഞുങ്ങൾ കേൾക്കെ അരുതാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നവരാണെങ്കിൽ, നാം കള്ളം പറയുന്നവരാണെങ്കിൽ, നാം അസഭ്യം പറയുന്നവരാണെങ്കിൽ, നാം നുണ പറയുന്നവരാണെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ അത് തന്നെ കണ്ടേ അവർ വളരുകയുള്ളൂ. അവരെ ശാസിക്കാൻ നുണ പറയുന്ന മാതാപിതാക്കൾക്ക്, അസഭ്യം പറയുന്ന മാതാപിതാക്കൾക്ക്, തെറ്റ് ചെയ്യുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ സാധ്യമല്ല. അവർ നോക്കുമ്പോൾ അപ്പനും അമ്മയും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കെന്താണ് കുഴപ്പമെന്ന് അവർക്ക് തോന്നാനിടയാകും. അതുകൊണ്ടാണ് സഭാപരമായ കാര്യങ്ങൾ പോലും വീട്ടിൽ ആരാധന കഴിഞ്ഞ് മടങ്ങി ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും വിളമ്പരുത് എന്ന് ആമേൻ ദൈവസന്നിധിയിൽ ദൈവദാസന്മാർ പ്രസ്താവിക്കുന്നു. സ്തോത്രം. അവരെ അമർച്ചയായി അവരെ ശാസിക്കാൻ പരാജയപ്പെട്ട നിമിത്തം അവർ പാപം ചെയ്തു, ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അവർ വ്യതിരിച്ചു പോകാനിടയായി.
മക്കളെ പൂർണ്ണ ഗൗരവത്തിൽ അനുസരണത്തിൽ വളർത്തുക, മാതൃകാപരമായ ജീവിതം നയിക്കുക. ഞാൻ ഇന്ന് രാവിലെ ദീർഘസമയങ്ങൾ വചനം സംസാരിക്കാൻ ഇനിയും മുതിരുന്നില്ല. 1 തിമോഥെയോസ് 3:4 വായിച്ച് സഹായിക്കും. 1 തിമോഥെയോസ് 3:4. ദിവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബം നന്നായി പഠിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കും. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവരും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവരുമായിരിക്കണം. സ്വതന്ത്രം. ഞാന് ഇപ്പോൾ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഞാൻ സൈമോനോട് പറഞ്ഞിട്ട് ഈ പ്രസനെ ചെറുപ്രായത്തിൽ ബാല്യകാലങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു തെറ്റിലുമൊക്കെ ചെയ്യുമ്പോൾ അവനെ ശാസിച്ച കുറേയൊക്കെ എന്നോട് പറഞ്ഞു. ഞാനും അതിനകത്തൊട്ടും കുറവുള്ളവരായിട്ട് വഴിയെ നാം സ്നേഹിച്ചാൽ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ട സമയത്ത് അവരെ ശിക്ഷിക്കാൻ നാം പരാജയപ്പെട്ടു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകൃപയിൽ ബാലശിക്ഷയിൽ അവരെ വളർത്താൻ മാതാപിതാക്കൾ ഉത്സുകരായിരിക്കണം. ഞാൻ ചില ആളുകളെ കണ്ടിട്ട് കുഞ്ഞിനെ അടിക്കുമ്പോൾ ഓലയ്ക്കാലെടുത്തിട്ട് അത് ഈർക്കലി കൊണ്ട് പോലും അവരടിക്കും. ഓലയ്ക്കാൽ കൊണ്ട് കുഞ്ഞിനെ അടിച്ചാൽ കുഞ്ഞിന് എന്നാ നന്മനം കിട്ടും? ഞാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും കുഞ്ഞുങ്ങളെ വലിയ വടിയെടുത്ത് നല്ല പോത്തിനെ തല്ലുന്ന പോലെ തല്ലണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം. കുഞ്ഞുങ്ങളുടെ ശിക്ഷാ നടപടികൾ എന്ന് പറയുന്നത് അവരെ കോപിപ്പിക്കാതെ അവൻ സ്നേഹത്തിലാണ്. അപ്പോൾ തന്നെ ഇത് ഗൗരവമായി ചെയ്യാൻ ദൈവമക്കളെ നാം കടപ്പെട്ടവരാണ്. കുഞ്ഞുങ്ങളെ ദൈവം തന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളണം, മാതാപിതാക്കൾ ആകുന്ന ബ്ലസ്സിനോടും കൃപയോടും ഞാൻ പറയട്ടെ, ദൈവത്തെക്കാൾ ഉപരിയായി നാം മറ്റൊന്നിനെയും സ്നേഹിക്കുന്നത്. ദൈവം നമുക്ക് തന്ന കുഞ്ഞ് സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള ഒരു മോളെ ദൈവം നൽകി. എന്നാൽ കർത്താവ് ആണ് ഏറ്റവും വലുത്. ദൈവം കഴിഞ്ഞേ ഉള്ളൂ തലമുറ. കർത്താവിന് താമസിച്ചാൽ ഇനിയും നിങ്ങൾക്ക് തലമുറകളെ ദൈവം നൽകും. പക്ഷേ കർത്താവിനേക്കാൾ വലുതല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ, കർത്താവിനേക്കാൾ വലുതല്ല നമ്മുടെ നന്മകൾ, കർത്താവിനേക്കാൾ വലുതല്ല നമ്മുടെ കാറ്, കർത്താവിനേക്കാൾ വലുതല്ല നമ്മുടെ വീട്, കർത്താവിനേക്കാൾ വലുതല്ല നമ്മുടെ ജോലി. ഇന്ന് രാവിലെ ഒരു കാര്യം കൂടെ എടുത്ത് ഞാൻ പറയാം. ഈ കുഞ്ഞുങ്ങൾ ദർശനം കൃപയും മാന്യമായ വിദ്യാഭ്യാസം നല്ല അനുഗ്രഹിക്കപ്പെട്ട ജോലിയും ചെയ്യാനുള്ള സാധ്യതകളെല്ലാം മാറ്റിവെച്ചിട്ട് അതെല്ലാം ക്രിസ്തു നിമിത്തം ചേർന്നുവെന്നല്ലേ ദൈവത്തിന്റെ വേലയ്ക്ക് ഈ പൈതങ്ങൾ രണ്ടുപേരും സമർപ്പിക്കപ്പെടാനിടയായി തീർന്നു. അത് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ വലിയ സന്തോഷമുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ രണ്ടുപേർക്കും ജോലിയുണ്ടായിരുന്നു. എന്നോട് അന്ന് ഇവിടെ പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളെ അച്ചാച്ചൻ സുവിശേഷ വേലയ്ക്ക് തീർച്ചയായിട്ടും വരണം. എൻ്റെയും സമയം ഏതാണ്ടൊക്കെ ആ കാര്യത്തിന് വേണ്ടി എണ്ണിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഞാൻ അറിയുന്നു ജോലി വൈദ്യുതം മാറ്റിക്കളഞ്ഞു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആ കുഞ്ഞും തീരുമാനമെടുത്തു. ഒരു മിഷണറി കുടുംബമാണ്. ഈ ഭവനത്തെ ഓർത്ത് സന്തോഷമുള്ള എത്ര പേരുണ്ട്? നിങ്ങളെല്ലാം നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക്, ദൈവനാമ മഹത്വത്തിന്, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് അവരെ ദൈവമാക്കുന്ന ഏത് പശ്ചാത്തലത്തിലും യാതൊരുമായ സാമ്പത്തിക ഭദ്രതയും അവർ നോക്കാതെ രണ്ടുപേരും നല്ല സാമ്പത്തിക പശ്ചാത്തലമുള്ള ഭവനങ്ങളിൽ ജനിച്ചവരാണ്. എന്നാൽ അവർ രണ്ടുപേരും കർത്താവിന്റെ വേലയേക്കാൾ മറ്റൊന്നിനെയും സ്നേഹിക്കാതെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് തീരുമാനമെടുത്തിറങ്ങിയതായ അവർക്ക് ദൈവം നൽകിയ ദാനമായി നൽകിയ പൈതൃക ദൈവകൃപയിൽ ആ കുഞ്ഞിനെ അവർ വളർത്തു വലുതാക്കാൻ
കർത്താവ് മതിയായവനാണ്. ദൈവകൃപയിലും മധ്യോപദേശത്തിലും കുഞ്ഞു വളർന്നു വരുവാൻ ദൈവവിടെയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരോടുള്ള ബന്ധത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ തന്നെ ഒന്നിൻ്റെ വാക്കുകൾ ദൈവസഭയ്ക്കും ഈ കാര്യത്തിൽ തലമുറകളുള്ള ബന്ധത്തിൽ വളരെ ഉത്തരവാദിത്തമാണ്. പല സഭകളിൽ ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു തലമുറയെ നൽകുമ്പോൾ ആ കുഞ്ഞിനെ ദൈവകൃപയിൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ആ കുഞ്ഞ് ദൈവകൃപയിൽ വളർന്നു വരാൻ തക്കവണ്ണം അതാത് സഭയിലെ ശുശ്രൂഷകന്മാരും ആ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളും ഒത്തുചേർന്ന് ഒരുമിച്ച് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ തലമുറകൾ ദൈവമുള്ളവരായി വളരുന്നത്. എന്റേതല്ലോ എന്ന് പറഞ്ഞ് നാം അതിനെ വിട്ടുകളയല്ല വേണ്ടത്. കർത്താവേ, എൻ്റെ സഹോദരന്, എൻ്റെ സഹോദരിക്ക് അവരുടെ കുടുംബ ജീവിതത്തിൽ ദൈവം നൽകിയ പൈതൽ ദൈവകൃപയിൽ ദൈവഭയത്തിൽ വളർന്നു വരാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, ആമേൻ, ദൈവവചനം പഠിപ്പിക്കാൻ അഭ്യസിപ്പിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന സാഹചര്യങ്ങൾ ദൈവകൃപയിൽ അവരെ അഭ്യസിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭകൾക്ക് ദൈവം നൽകുന്ന തലമുറകളുടെ മുൻപിൽ മാതാപിതാക്കളാകുന്ന നാം മാതൃകയുള്ളവരായി അവിടെ മുമ്പിൽ നല്ല ജീവിതം കാഴ്ചവെച്ച് നാം മുന്നോട്ട് പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരുടെയും തലമുറകൾ കൈവിട്ടു പോവുകയില്ല. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് മാതാപിതാക്കളാകുന്ന ബ്ലസ്സനും കൃപയും നിങ്ങൾക്ക് ചില വാക്കുകളിൽ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയാനുള്ള സമയം വേർതിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുഞ്ഞിൻ്റെ പ്രതിഷ്ഠാശുശ്രൂഷ നിവർത്തിക്കുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ രാഷ്ട്രീയമാറാവട്ടെ. ശേഷം നാട്ടിലോട്ട് കടന്നു വരുവാനും നിങ്ങൾ ബാംഗ്ലൂരായിരുന്നു കൊടുത്ത എൻ്റെ പൈതലുടെ ശുശ്രൂഷ നടത്തുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അടികളുടെ ജീവിതത്തിൽ പാസ്റ്റർ പറഞ്ഞ പോലെ പല ബുദ്ധിമുട്ടുകളും കഷ്ടതകളും വേദനകളുടെയും ഒക്കെയും അവസ്ഥകളൊക്കെയും ഉണ്ടായിരുന്നുവെങ്കിലും കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കേട്ട് അടികളുടെ ജീവിതത്തിൻ്റെ അടികളുടെ കുടുംബജീവിതത്തിൽ പൈതലിനെ ദാനമായി നൽകി. ലോകം മുഴുവൻ ഒരു മഹാവ്യാധിയാൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഏപ്രിൽ 9 പൈതൽ ജനിക്കുന്നത്. അന്ന് കേരളം മുഴുവൻ ഒരു ലോക്ക്ഡൗണിലായിരിക്കുന്ന സാഹചര്യത്തിൽ പൈതൽ ജനിക്കാൻ ആ സമയത്ത് ഞങ്ങൾ കുറെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചെങ്കിലും ഏകദേശം 3 മാസത്തിന് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് ബാംഗ്ലൂരിലോട്ട് കടന്നു പോകാനിടയെ അടിങ്ങളുടെ വഴിയാത്രകളെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പൈതൽ ജനിച്ച് ഈ നിമിഷം വരെയും പൈതലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാരുടെ ആയിരുന്നു ശുശ്രൂഷകന്മാർ ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി ഞങ്ങൾ കുടുംബമായിട്ട് അറിയിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും അടികളുടെ കുടുംബത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പാസ്റ്റർ പറഞ്ഞ പോലെ അടികളുടെ കുടുംബമായിട്ട് കർത്താവിന്റെ പലപ്പോഴും അധ്വാനിക്കുവാനായിട്ട് തീരുമാനം എടുത്തു. അടിയുണ്ടായിരുന്ന ജോലി മുഖ്യം വിട്ട് വിശ്വാസത്തോടെ ചൂടെടുത്ത് വെച്ചിരിക്കുക. അന്ന് മുതൽ ഇന്ന് വരെയും അടികളുടെ ജീവിതത്തിൽ ഒന്നിനു പോലും കുറവ് വന്നിട്ടില്ല. അടിയുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. സമയത്തിന്റെ പൂർണ്ണതയ്ക്ക് മുമ്പ് തന്നെ എപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ള അതിനു മുമ്പ് തന്നെ കർത്താവ് അത്ഭുതകരമായിട്ട് വഴികളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ചോദിക്കുന്നു. അതേപോലെ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഞങ്ങളുടെ വിശ്വാസികൾ, ശുശ്രൂഷകന്മാർ എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും നടത്തി അറിയിക്കുന്നു. ഈ എളിയ വാക്കുകളും ഞാൻ സാക്ഷി നേരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ക്യാൻസറായിട്ട് ജീവിതത്തിൽ ഞങ്ങൾക്ക് ദാനങ്ങൾ നൽകിയ പൈതലിനെ സമയം മുമ്പിൽ പ്രാർത്ഥിക്കുവാനും പ്രതിഷ്ഠിക്കാനും കർത്താവ് അവസരം നൽകി. ഈ വർഷം അനേക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചർച്ച
പരിപാലിച്ചു വന്നതിന് പൈതൽ ജയിക്കുവാനും ആ സമയത്ത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ സമയത്ത് അനേക ബുദ്ധിമുട്ടുകൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു. എങ്കിലും കർത്താവ് അതിനെല്ലാം ആ ബുദ്ധിമുട്ടുകളിലൂടെ എല്ലാം കടന്നു പോയെങ്കിലും കർത്താവ് എല്ലാവരും വഴിയൊരുക്കി തന്നു. ദൈവത്തെ ഓരോരുത്തരും പ്രാർത്ഥിച്ചു അങ്ങയോട് സ്തുതിക്കുന്നു. ആ സമയത്ത് മിഷേൽ എന്ന പേരിടാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പേരിടണമെന്ന് വെറുതെ ഒരു പേര് അർത്ഥമൊന്നുമില്ലാത്ത ഒരു പേരിടുവാൻ അല്ലെങ്കിൽ കുഞ്ഞിനെ വിളിക്കുന്നവർ ആ പേര് വിളിക്കുമ്പോൾ തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു പേരായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മിഷേൽ എന്ന പേര് അച്ഛൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതിന്റെ അർത്ഥം നമ്മുടെ ദൈവത്തെ പ്പോൾ വേറെ ആരുള്ളൂ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഓരോരുത്തർ ആ പേര് പറയുമ്പോൾ കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ കൊലുവയുമായി വേറെ ആരുമില്ല എന്ന് സ്തുതിക്കുന്ന ഒരു പേര് സഹായിച്ചു. ഇനിയും ദൈവമക്കൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും പൈതലിനെ വളർത്തുവാനുള്ള കൃപയ്ക്കൊക്കെ വേണ്ടി പ്രത്യേക ഞങ്ങൾ മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിച്ചു. അതിനും ദൈവത്തിലെ എല്ലാവരുടെയും വലിയ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവസഭയോട് എല്ലാവർക്കും പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളുടെ സാക്ഷ്യം വാക്കുകളിൽ ദൈവം നൽകിയ തലമുറയെക്കുറിച്ച്, കർത്താവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഇന്ന് മുതൽ നമുക്ക് കേൾക്കാനിടയായി. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ചെന്ന സമയത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ഓർത്തുപോയത്. ഒരു രാത്രി മീറ്റിംഗ് അവരുടെ ഭവനത്തിൽ വെച്ചായിരുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് തലമുറയുടെ വിഷയം. എന്നാൽ ഇന്ന് രാത്രി ശുശ്രൂഷ മധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക നിയോഗം ദൈവം പകർന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പോവുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് വന്നത് ഞാൻ ഈ സമയം ഓർത്തു പോവുകയാണ്. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റുകയില്ല. ദൈവയുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. പ്രിയമുള്ളവരെ, വാരമൂട്ടിൽ വീട്ടിൽ സാം സൈമന്റെയും കൃപ വിൽസന്റെയും കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ മിഷേൽ അനസാം എന്ന ഈ പൈതലിനെ ദൈവസ്ഥയിൽ പ്രതിഷ്ഠിക്കാൻ അവർ കൊണ്ടുവന്നിരിക്കുന്നു. ഈ അവസരത്തിൽ ആ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ ഞാൻ മാത്രമല്ല ഇവിടെ ആയിരിക്കുന്ന നാം ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൈതലിനെ പരമേൽപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രതിഷ്ഠാവാക്കുകൾ ചൊല്ലി ഞാൻ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവം ഈ ശുശ്രൂഷയെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളാൽ നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബാവും എല്ലാവരും ചേർന്ന് പാടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബാവും ഇത്ര ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ.
ഇത്ര ശ്രേഷ്ഠമായ എല്ലാം തന്നിടുവാൻ സമയം ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ ഓമനകുമാരൻ ഞങ്ങൾ ഈ നിമിഷത്തിൽ മാതാപിതാക്കളും ഇരു കുടുംബങ്ങളും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും ദൈവസഭകളും ദൈവദാസന്മാരും ചേർന്ന് ഇന്ന് പകൽ ഈ കുഞ്ഞിനെ തൃക്കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ ആമേൻ ദൈവകൃപയിൽ അവരുടെ തലമുറകളെ ഫലമേൽപ്പിച്ച് അവർ പ്രാർത്ഥിച്ച് സമർപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ പൈതലുമായി ദൈവത്തിന്റെ ആലയത്തിലേക്ക് മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുമ്പോൾ ഈ പൈതലിനെ ദൈവകൃപയിൽ അനുസരണത്തിൽ വളർത്താമെന്നുള്ള തീരുമാനത്തോടെ അവർ ഈ പൈതലുമായി വന്നുചേർന്നിരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കരം ഇന്ന് പകൽ ആമേൻ ഈ പൈതലിന്റെ മേൽ നീട്ടണമേ. കർത്താവിന്റെ കൃപയിൽ ഇവൾ വളരുന്ന ഒരുപാടിടയാക്കണമേ. അനുസരണത്തിലും ദൈവഭയത്തിലും ഇവൾ വളർന്നു വരുവാൻ ആരോഗ്യമുള്ളവളായി, ബുദ്ധിയുള്ളവളായി, ദൈവകൃപയുള്ളവളായി, ചെറുപ്രായം അതിലെ അഭിഷേകത്തിന്റെ ഒഴുക്കും അതിന്റെ വ്യാപാരവും ഈ കുഞ്ഞിന്റെ മേൽ വ്യാപരിക്കത്തക്കതായ നിലയിൽ ആമേ ശിശുപ്രായം മുതലേ അഭിഷേകത്തിന്റെ നിറവിൽ പൈതൽ വളർന്നു വരുവാൻ തിരുമേനി സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ബാലാരിഷ്ടങ്ങളെ വിടുവിക്കണമേ, എല്ലാ ശത്രുവിന്റെ പോരാട്ടങ്ങളെ വിടുവിക്കണമേ. അവൾ വളർന്നു വരുന്തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ള പൈതലായി ഈ കുഞ്ഞ് വളർന്നു വരുവാൻ തിരുമേനി സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാതൊരു ലോകത്തിന്റെ മാലിന്യങ്ങളിലും ഈ കുഞ്ഞ് വീണുപോകാതെ ദൈവകൃപയിൽ വളരട്ടെ കർത്താവേ. ആമേൻ. അനേകർക്ക് ഇവൾ അത്ഭുതമായി തീരുവാൻ, ദൈവരാജ്യത്തിന് കർത്താവേ ഇവൾ അനുഗ്രഹമായി മാറുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പൈതലിനെ ഇന്ന് രാവിലെ കർത്താവിന്റെ രാജ്യത്തിനും ദൈവത്തിന്റെ വിശുദ്ധ സേവനത്തിനുമായി ഞാൻ ഇവളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രാജ്യത്തിന്, ദൈവരാജ്യത്തിന്, ദൈവസഭയ്ക്ക്, ദൈവനാമ മഹത്വത്തിന് ഈ പൈതൽ മുതൽക്കൂട്ടായി തീരട്ടെ. മാതാപിതാക്കൾക്ക് ഇവൾ അനുഗ്രഹമായി, ദൈവസഭയ്ക്ക് ഇവൾ അനുഗ്രഹമായി വളരട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധയോടെ കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. മിഷേൽ അന്നാസ എന്ന ഈ കുഞ്ഞിനെ അവരുടെ മാതാപിതാക്കളാകുന്ന ലസന്റി കൃപയുടെ കയ്യിൽ ദൈവരാജ്യത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ ഫലമേൽപ്പിക്കുന്നു. ദൈവത്തെ ഒന്ന് കൈയടിച്ച്
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ രാവിലെ സമയം പൈതലിനെ പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ മാതാപിതാക്കളാകുന്ന ബ്ലസ്സനെയും കൃപയെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഇന്ന് രാവിലെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പൈതലിന് മാതൃകാപരമായ ജീവിതം നയിച്ച് ദൈവകൃപയിൽ ഈ കുഞ്ഞിനെ വളർത്തി കർത്താവിന്റെ രാജ്യത്തിന് പ്രയോജനപ്പെടത്തക്കതായ നിലയിൽ അവരുടെ ജീവിതവും അവരുടെ സാക്ഷ്യവും അവരുടെ പ്രവൃത്തികളും ഈ പൈതലിന് മുമ്പിൽ മാതൃകാപരമുള്ളതായിരിക്കാൻ ദൈവവരെ ഇരുവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വിസ്മൃതിക്കായി, ദൈവത്തിന്റെ വേലയ്ക്കായി തീരുമാനമെടുത്ത് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് അവരെ ഈ ദിവസങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വേലി അവർ ശക്തരായി ശോഭിപ്പാൻ അനേക ആത്മാക്കളുടെ രക്ഷയ്ക്കും വിടുതലിനും കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കും മാതൃകാപരമായ ജീവിതം നയിച്ച് ഈ കുഞ്ഞിന്റെ മുൻപിൽ അവർ ആ വിധത്തിൽ ജീവിച്ച് ദൈവകൃപയിൽ ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി കർത്താവിനുവാൻ താമസിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടൊരു മിഷണറി ഭവനമായി ഇവർ നിലകൊള്ളുവാൻ അവരെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരാശംസാവാക്യം സംഖ്യാപുസ്തകം 6-ാം അധ്യായം 26-27 വാക്യങ്ങൾ ദേവദാസം. സംഖ്യ 6:26-27. സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ എന്റെ നാമം വയ്ക്കണം. ഞാൻ അവരെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുവാനായി കൊണ്ടുവന്ന കുഞ്ഞിനെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് അവളെ പ്രതിഷ്ഠിക്കാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. കർത്താവ് അവരെ അനുഗ്രഹിക്കും. തുടർന്നുള്ളതായ സമയം ആശംസാ വാക്കുകൾ പറയാൻ ചില ദൈവദാസന്മാർക്ക് അവസരങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല ഇടങ്ങളിൽ അവർ കടന്നു വന്നവരാണ്. പ്രാരംഭമായി പാസ്റ്റർ ജെയിംസ് എബ്രഹാം കൃപയുടെ മാതൃസഭയുടെ ഇപ്പോഴത്തെ പാസ്റ്ററാണ്. അദ്ദേഹം ചുരുക്കം ചില വാക്കുകൾ പ്രസ്താവിക്കും. അതിനുശേഷം പാസ്റ്റർ ജോൺസൺ മാത്യു, അതിനുശേഷം എറണാകുളത്ത് നടന്ന പാസ്റ്റർ കെ സജി, പിന്നീട് പാസ്റ്റർ വിൽസൺ കൃപയുടെ പിതാവാണ്. ദൈവദാസൻ ചില വാക്കുകൾ പറയും. അവരതിനായി ജീവിക്കും. പിന്നെ ദൈവത്തിനാമത്തിന് മഹത്വം. ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് കിഴക്ക് പുറത്തുനിന്ന് ഇവിടെ വരുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. കിഴക്കുപുറം IPC സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളുടെ സഭയുടെ വൈസ് പ്രസിഡന്റായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന പത്രദാസനാണ് പാസ്റ്റർ വിൽസൺ കോശി. അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ മൂത്ത മകളാണ് കൃപ. കൃപയും ബ്ലസ്സനും കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചതും അവരെ ഓർത്ത് സഭ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് അവർക്ക് ദാനമായി നൽകിയ കുഞ്ഞിനെ സമർപ്പിക്കുന്ന ഈ സമർപ്പണത്തിൽ വന്ന് പങ്കെടുക്കുവാൻ സാക്ഷിയായി ദൈവം അവസരം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമയത്തിന്റെ പരിമിതി നമുക്ക് അറിയാം. ഇപ്പോഴത്തെ പശ്ചാത്തലവും അറിയാം. പുസ്തകം 21-ാം അധ്യായത്തിൽ വളർന്നു വന്ന ഒരു ബാലനെ കുറിച്ച് രേഖപ്പെടുത്തി. അതിങ്ങനെയാണ്:
ഇരുപത്തൊന്നാമത്തെ 20-ാമത്തെ വാക്യം, ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു വളർച്ചയെ കുറിച്ച് രേഖപ്പെടുത്തി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേരുടെയും കൂടെ ആരുണ്ടായിരുന്നു? ദൈവം. പക്ഷെ ഒരാൾ വളർന്നപ്പോൾ ആരായിത്തീർന്നു? വില്ലാളിയായിത്തീർന്നു. പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വില്ലാളിത്തരമാണ് പുറത്ത് പറയുക. മൊബൈൽ തുറന്ന പിള്ളേരെല്ലാവരും വില്ലാളിത്തരം കാണിച്ചാൽ അത് വൈറലാകാൻ പറ്റുമോ എന്നതാണ് ഇപ്പോഴത്തെ അന്വേഷണം. ഓർപ്പിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വില്ലാളിത്തരമല്ല, മറിച്ച് ദൈവകൃപയിൽ വളർന്ന ദൈവത്തോടു കൂടെ നടക്കുന്നത് കാണുക. ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ആ കുഞ്ഞിനെ ആ നിലയിൽ തന്നെ വളർത്തുമെന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും. ദൈവം ആ നിലയിൽ കുഞ്ഞിനെ വളർത്തുവാൻ പ്രിയരുടെ പ്രസനം കൃപയ്ക്കും പ്രത്യേകം സഹായം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലും കൃപയുടെ മാതൃസഭയായ IPC കിഴക്കുപുറം ശാലേം സഭയുടെ പേരിലുമാണ് ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവനാമം പാവപ്പെടുന്നതാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ ദൈവം ഞാൻ കുടുംബമായ അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ശുശ്രൂഷിക്കുകയും നീ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടത്തുകയും ചെയ്ത ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന മാന്യദാസൻ കുടുംബം, മറ്റു ദൈവദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേക പ്രിയ ബ്ലസ്സിന്റെയും കൃപയുടെയും ദൈവം കൊടുത്തതായ ദാനത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് മുമ്പ് പറഞ്ഞ കർത്തദാസൻ ഓർമ്മിച്ചതുപോലെ പ്രിയ വിൽസൺ പാസ്റ്റർ, ഞങ്ങളുടെ ദൈവദാസന്മാരായി ഞങ്ങൾക്കൊക്കെ ശുശ്രൂഷിക്കുക കൈത്താങ്ങായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവർ സാക്ഷി പറഞ്ഞപ്പോൾ ഞാൻ 6 മാസത്തിന് മുമ്പ് ആ സഭയുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോഴാണ് ഈ പ്രിയ ബ്ലസ്സിന്റെയും കൃപയുടെയും വിവാഹം നടക്കുന്നത്. ആ സമയങ്ങളിൽ ഈ കുഞ്ഞ് ജനിക്കുന്ന ആ സന്ദർഭത്തിൽ ലോക്ക്ഡൌൺ ആണ്. വാഹനം എടുത്തു പോകുമ്പോൾ പോലും സത്യവാങ്മൂലം വെട്ടിവെച്ചിട്ട് മാത്രം പോകുന്ന അത്രമാത്രം പ്രതിസന്ധി നടന്ന സമയമായിരുന്നു. എങ്കിലും ദൈവസഭയും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു. ദൈവം അനുഗ്രഹിക്കപ്പെടുത്തായി കാണുമ്പോൾ ദൈവം നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു വല്ലാത്ത കാലത്താണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ ഈ കാലഘട്ടം നോക്കിയാൽ ഒരു സൺഡേ വന്നപ്പോൾ സൺഡേ മോർണിംഗിലാണ് ഇന്റർവ്യൂ, PSC എല്ലാം ഒരു വല്ലാത്ത സമ്മർദ്ദങ്ങളിടയിലാണ് നമ്മുടെ തലമുറകൾ ജീവിക്കുന്നത്. സൺഡേ സ്കൂളും പ്രാധാന്യ കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി വില കുറഞ്ഞു, അല്ല അതിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു തലമുറയാണ്. ഇതിന്റെ നടുവിൽ ദൈവകൃപയെ വളർന്നു വരുവാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാക്കി ദൈവത്തെ തീർത്തതോടെ ദൈവത്തെ വളരെ സന്തോഷമുണ്ട്. അനേകര് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാതിരിക്കുന്ന ഒരു കാലങ്ങളാണ്. ഒരു മകൻ പണ്ട് ICBMന് പോകാൻ തുടങ്ങിയപ്പോൾ അപ്പൻ ഇങ്ങനെ പറഞ്ഞത്, മോനെ നീ പോകുന്നത് കൊള്ളാം, പക്ഷെ സുവിശേഷ വേലയ്ക്ക് കൈ ഉയർത്തി വരരുത്. എന്നാൽ ഈ പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ച് ദൈവീയ കാഴ്ചപ്പാടുകൾ മിശ്ര കുടുംബമായി ദൈവം നിർത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. ദൈവം എല്ലാ നിലയിലും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ശക്രിയാവ് ആ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ച് അവന്റെ നാവ് തോന്നപ്പോൾ ആ കുഞ്ഞിന് പ്രവചിച്ചു. എന്നിട്ട് അനേകര് ആ വാക്ക് കേട്ടപ്പോൾ ആ ചാർച്ചക്കാരെല്ലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പൈതൽ എന്താണ്. എന്നാൽ അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായി ദൈവത്തിന് വേണ്ടി ശോഭിച്ചതുപോലെ ഈ കുഞ്ഞ് ദൈവനാമം തീരട്ടെ. എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും എന്റെ കുടുംബത്തിന്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടായിരിക്കും ഓർപ്പിച്ച് അവസരം തന്ന കർത്തദാസൻ നന്ദി അറിയിച്ച ദിവസം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം.
ഇന്ന് പകൽക്കാലം ശുശ്രൂഷ വളരെ ഭംഗിയായി നിർവഹിച്ച കർത്താവദാസനും സ്റ്റേജിലായിരിക്കുന്ന മറ്റു ദൈവദാസന്മാർക്കും കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും വേഗവരവരായ ദൈവസഭയ്ക്കും ദേശത്തിനും കുടുംബത്തിനൊക്കെ കൊള്ളാവുന്ന വൈദ്യരായി തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇത്രത്തോളം പ്രാർത്ഥനയിൽ ഞാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി വെച്ചുകൊണ്ട് വാക്കുകളെ ചൊല്ലിക്കുന്നു. ദൈവം നമ്മെ എവരെയും സഹായിക്കണം. കർത്താവിന്റെ പരിശുദ്ധനാമം നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുന്ന കർത്താവിന്റെ ദാസൻ, മറ്റു വേദിയിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹീത അഭിഷിക്തന്മാർക്കും എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ സൈനിച്ചാന്റെ സഹോദരി ജയനിമാമയുടെ ജോർജ് അവരുടെ കുടുംബമായി കർത്താവിനെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന എറണാകുളം ജില്ലയിൽ പാസ്റ്റർ ബാബു ചെറിയാൻ കർത്താവിന്റെ ദാസന്റെ സ്ഥലത്തായിരിക്കുന്ന പിറവം സെന്ററിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് IPC മണിയുടെ സഭ. ആ കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് ഞങ്ങളും കുടുംബമായി ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. സ്തോത്രം. ഈ വാത്സല്യ കുടുംബത്തെ കുറിച്ച് പ്രിയ ജയനിമാമയും ജോർജായനും വളരെയധികം ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് പ്രിയ സൈമൻഷാന്റെയും വത്സമാന്റിയുടെയും കുടുംബം. വത്സമാന്റി ആ കുടുംബത്തിലേക്ക് കടന്നു വന്നത് ദൈവം പറഞ്ഞുവിട്ട ഒരു മാലാഖയെ പോലെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. ആന്റി ആ ഭവനത്തിൽ വന്നതിന് ശേഷം ആ കുടുംബത്തിൽ ദൈവം ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ കേട്ടു. വളരെ ആത്മാർത്ഥമായി ആത്മീക നിലവാരത്തിലും ഭൗതിക നിലവാരത്തിലും രണ്ട് ചിറകുകളും ബാലൻസ് ചെയ്യുന്ന ഒരു കുടുംബം. അവര് രണ്ടുപേരും അവരുടെ കുഞ്ഞിനോട് കൂടെ സൗദിയിലായിരുന്നു ഞാൻ കേട്ടു. സൗദിയിലായിരുന്ന സമയത്ത് സ്വന്തം അപ്പന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് തന്റെ കൂടെ നിന്നുകൊണ്ടിരുന്ന ഭർത്താവിനെയും മകനെയും കൂടെ അവിടുന്ന് പിരിച്ചു പറിച്ച് നാട്ടിലേക്കും പറഞ്ഞു വിടാൻ പ്രിയ ആന്റി കാണിച്ച മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സ്വന്തം അപ്പനെ ശുശ്രൂഷിക്കാൻ ഭർത്താവിനെയും മകനെയും പറഞ്ഞയച്ച പ്രിയ ആന്റിക്ക് അവർക്ക് ഒരേ ഒരു കുഞ്ഞുള്ളൂ, ആണും പെണ്ണുമായിട്ട് പ്രിയ ബ്ലസ്സഡ്. ഭൗതികമായ ഒരു നമ്മുടെ ഈ ലോകത്തിലെ പിതാവിനെ ശുശ്രൂഷിക്കാൻ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചെങ്കിൽ സ്വർഗത്തിലെ അപ്പനെ ശുശ്രൂഷിക്കാൻ അവരുടെ ഏകജാതിനെ പറഞ്ഞയച്ചതിലും എത്ര ദൈവത്തെ സ്തുതിക്കണം, എത്ര മഹിമപ്പെടുത്തണം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു അവർക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു പക്ഷിയുള്ളൂ, ഞങ്ങളെ നോക്കേണ്ടതാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടതാണ്. എന്നാൽ ദൈവം അയക്കുന്ന ഇടത്ത് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ആ കുരിശിന്റെ ഒരറ്റം ചുമന്നുകൊണ്ട് യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ആ കുഞ്ഞിനെയും സമർപ്പിക്കുന്നതിൽ അവർക്ക് വളരെ സന്തോഷമുണ്ട്.
ദൈവത്തിന് സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ആമേൻ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. ഈ കുടുംബജീവിതം, ഈ പശ്ചാത്തലവും നമുക്കേവർക്കും ഒരു ചലഞ്ചും ഈ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്ക് അതിശക്തമായി ദൈവം ഉപയോഗിക്കുവാൻ കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വചനം ഞാൻ വായിച്ചിരിക്കുകയാണ്. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോയി. ആ കാലത്ത് മോശ ജനിച്ചു. ഏത് കാലത്ത്? ഏതൊരു അമ്മയുടെയും പ്രാർത്ഥനയാണ് ഒരു ആൺകുഞ്ഞ് ജനിക്കരുതേ എന്ന് ഒരമ്മ പ്രാർത്ഥിക്കുന്ന ഒരു കാലം. ഈ മിഷേൽ എന്ന് പറയുന്ന ഈ കുഞ്ഞ് ജനിച്ചതും കൊറോണയുടെ മൂർധന്യ അവസ്ഥയിലാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ വളരും? സ്തോത്രം. ചെറിയ കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവരെയും ആക്രമിക്കുന്ന മാരകമായ ബാധകൾ നൽകി ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തും എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞ് ജനിച്ചത്. സ്തോത്രം. എന്നാൽ മോശയുടെ മാതാപിതാക്കൾ ഭയപ്പെട്ടില്ല. കാരണം ജനനത്തിൽ തന്നെ ആ കുഞ്ഞിൽ അവരൊരു ദൈവിക സൗന്ദര്യം കണ്ടു. എനിക്ക് പ്രിയ ബ്ലസ്സിനോടും കൃപയോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഈ മിഷൻ എന്ന് പറയുന്ന ഈ കുഞ്ഞിന്റെ മേൽ ഒരു മിഷൻ ഉണ്ട്. അത് നിങ്ങൾ കാണണം. ഒരു മിഷൻ ഉണ്ട്, അത് നിങ്ങൾ കാണണം. ഭൗതികമായ സൗന്ദര്യമോ ഭൗതികമായ ശ്രേഷ്ഠതയോ അല്ല നിങ്ങൾ കാണേണ്ടത്. ദൈവികമായ ഒരു ദർശനം, ദൈവികമായ ഒരു ദൗത്യം ആ കുഞ്ഞിന്മേലുണ്ട്. ആ ദർശന പ്രകാരം ആ കുഞ്ഞിനെ വളർത്താൻ മോശയുടെ മാതാപിതാക്കൾ അധ്വാനം. അവർ മെനഞ്ഞെടുത്തതായ ഞാങ്ങണ പെട്ടകം, അതിനുവേണ്ടി അവർ അനുഭവിച്ചതായ വ്യതകൾ. ഒരു കുഞ്ഞിനെ ചിരിക്കാൻ പറ്റുമോ, കരയാൻ പറ്റുമോ, കുഞ്ഞ് ജനിച്ചെന്ന് ആരുടെയും പറയാൻ പറ്റുമോ? അതുപോലെയുള്ള ഒരു വ്യതയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്ന മിഷൻ. അത് വളർത്തിക്കൊണ്ട് വരുവാൻ മാതാപിതാക്കളുടേതായ പ്രത്യേക ശ്രദ്ധ അതിന് ആവശ്യമാണ്. ദൈവം ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി നൽകട്ടെ. ദൈവസഭയ്ക്ക് അനുഗ്രഹമായി മാറട്ടെ. സ്വന്തം ബ്ലസ്സിന്റെയും കൃപയുടെയും പേരിൽ ഈ കുഞ്ഞ് അറിയപ്പെടുന്നതിനേക്കാളുപരി ക്രിസ്തുവിൽ പ്രസിദ്ധയായ മിഷേൽ എന്ന് അറിയപ്പെടുവാൻ പിതാവായ ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ഈ കുടുംബത്തിന്മേലും ഈ കുഞ്ഞിന്മേലും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ കുടുംബമായി പ്രിയ NS ജോർജ് ആന്റെയും ജൈനുമാന്റെയും കുടുംബത്തിന്റെയും കുഞ്ഞുങ്ങളുടെയും ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന മണിയുടെ സഭയുടെയും എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകൾക്കും നിങ്ങൾക്ക് നൽകുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ ശുശ്രൂഷ ഇതുവരെയും അനുഗ്രഹമാക്കി തീർത്ത കർത്താവിനെ നന്ദി അറിയിക്കുന്നു. ദേവദാസന്മാരുടെ എല്ലാ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്കും ഞങ്ങൾ സന്തോഷം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ സഹോദരന്റെ സഹോദരിയുടെ ഭർത്താവാണ് ജോർജ്. അദ്ദേഹത്തെ കുറിച്ച് വാക്ക് പറയേണ്ടത് അത്യാവശ്യം. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷം ഏത് മാസം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റേജിൽ പ്രിയച്ചായൻ കടന്നുപോയി. മരണത്തിന്റെ വക്കിലെത്തിച്ചത്. എറണാകുളത്തെ ഹോസ്പിറ്റലിൽ ICU ചെന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ ICU കയറി കാണാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിനകത്തൂടാണ് അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണാനുള്ള അവസരം. മരിച്ചു പോകുമെന്ന് വിധി എഴുതിയതായ സാഹചര്യത്തിൽ ദൈവം അദ്ദേഹത്തിന്റെ ആയുസ്സിനെ വീണ്ടും ദീർഘമാക്കി കൊടുത്ത ദൈവത്തിന് ഞാൻ ഇന്ന് രാത്രി നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഈ സഭയും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഒരു മറുപടി എന്നുള്ള നിലയിൽ ചായൽ വന്നപ്പോൾ കർത്താവ് അദ്ദേഹത്തിന് കൊടുത്ത ആയുസ്സിന് കൊടുത്ത വിടുതലിനെ കുറിച്ച് വാക്കുകൾ പറയേണ്ടത് ആവശ്യമാണ്. ചായപ്പോൾ മുൻപോട്ട് കടന്നു വന്ന്
അച്ഛൻ ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന ഒരു നിമിഷം അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറയും. കൊടുത്ത ആയുസ് ഗ്രേസ് ആണ് ദൈവം. ഒന്ന് കൈയടിച്ചുകൊണ്ട് സ്തോത്രം. ഞാൻ തുറക്കെ പറയാനുള്ള കാരണം എന്റെ ജീവിതത്തില് ചിന്തിച്ചതല്ല. നിങ്ങളുടെ മധ്യ വീണ്ടും ഈ സ്റ്റേജിൽ കടന്നു വന്ന് ദേവദാസന്മാരോട് എന്റെ പ്രിയോട് ചേർന്ന് കൃപയോട് പ്രിയ കുഞ്ഞിനോട് ചേർന്ന് ദൈവത്തെ മാത്രം കൊടുത്താൽ ഒരു സാവകാശം ലഭിക്കുമെന്ന്. എന്നാൽ ദൈവം എനിക്ക് അയച്ചു തന്നു. എന്നാൽ അത് പറഞ്ഞ സാക്ഷ്യം എനിക്ക് ഒത്തിരി ഉണ്ട്, പറയുന്നില്ല. ഒരു മിനിറ്റ് പറയാം. 1999 ഓഗസ്റ്റ് മാസം 5-ാം തീയതി എനിക്ക് സ്ട്രോക്ക് വന്നു. ആ സമയം തിരിച്ചു പോകുമെന്ന് വിചാരിച്ചതാണ്. എന്റെ വീട്ടില് എന്നെ ഹോസ്പിറ്റലിൽ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഡെഡ് ബോഡിയാണ് കൊണ്ടുവരുമെന്ന് വിചാരിച്ച് ആൾക്കാർക്ക് അവിടെ കൂടിയതാണ്. എന്നാ ദൈവം എനിക്ക് അയച്ചു തന്നു. ഇതിലൂടെ ചെയ്യാവോ? ദൈവം നല്ലതെന്ന് പറയാനോ? ദൈവം വിടുവിക്കുന്ന ദൈവം എന്ന് പറയാനോ? കാരണം എനിക്ക് അയച്ചു തന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, വിടുവിക്കുന്ന ദൈവമാണ്. നന്ദിയോടെ സ്തോത്രം. ഞാൻ ദാസനാണ്. താരി കഴിഞ്ഞ ട്രാൻസ്ഫറിന് സഭയിലേക്ക് കിടന്നപ്പോൾ ദാസന പറഞ്ഞു, എനിക്ക് അയച്ചു തന്നതാണ്. വീണ്ടും 20 താടി കൂടി കൊണ്ട് സന്തോഷിക്കാനല്ല, എന്റെ ശിശു തീർന്നിട്ടില്ല എനിക്കറിയാം. ആകിയാൽ ദാസനോട് കുടുംബത്തോട് ചേർന്ന് എനിക്ക് വേണ്ടി കുടുംബത്തിനുണ്ട് ഈ ദാനം തന്ന വാഹനത്തിന് നന്മയ്ക്ക് നന്മയും കർത്താവിനെ സംരക്ഷിച്ചു. എന്റെ വാഹനത്തിൽ നമുക്ക് ഈ ദേശത്ത് അനേക സ്ഥലങ്ങളിൽ പോയി സാക്ഷ്യം പറയണം, കർത്താവിനെ കുറിച്ച് പറയണം. അതിന് സാധിച്ചു തന്നു. ഇപ്പോൾ എനിക്ക് ഈ നൽകാൻ വയ്യെങ്കിലും കർത്താവ് ദാസോട് ചേർന്ന് ഞാനും എന്റെ കുടുംബവും ജനമയും കർത്താവ് ദാസോട് ഒരുമിച്ച് പല ഭവനങ്ങൾ ഈ കൊറോണ കാലത്ത് പോയി സുവിശേഷം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ഇത് നന്മകളെ കുറിച്ച് വിടുതലെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഈ സഭയില് എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. കർത്താവ് ദാസനോട് എനിക്ക് ദാസനെ കാണാൻ അവകാശം വരാന്ന് പറയാൻ ഇപ്പൊ വരണ്ട, കാരണം ആ സമയം ആയിട്ടില്ല. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി. ഈ ദൈവസഭയിൽ എന്നോട് ദൈവമക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥന ഫലമാണ് ഇന്ന് വാഗ്ദാനം. ഒരു ജീവനുള്ള ജീവൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്ര നാള് ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞാൻ സീരിയസ് ആയി കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കടന്നു വന്ന സമയത്ത് വീട്ടിലായിരിക്കുമ്പോൾ സെൻട്രൽ പോസ്റ്റ്മാരുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സഭയിൽ, ഞങ്ങളുടെ സെൻട്രൽ സഭയിൽ. അന്നേരം എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇന്ന് ഭാഷമാരുടെ മീറ്റിംഗ് നീട്ടണ്ട, നമുക്ക് നേരത്തെ നോക്കിയിട്ട് ജോർജാന് വേണ്ടി പ്രാർത്ഥിക്കാൻ വീട്ടിൽ പോകുന്നു. അങ്ങനെ ഞാൻ ഭാഷ ഭാവിച്ചറിയാനും 24 സഹോദരന്മാരും കൂടി വന്ന് എന്റെ ഭരണത്തിൽ കടന്നു വന്ന പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ വയ്യ. കഷ്ടി സംസാരിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഞാൻ ഭാവിച്ചറിയാൻ ഭാഷ പറഞ്ഞു, ഞാൻ വിചാരിച്ചു എന്നെ പറഞ്ഞ് യാത്ര അയക്കാൻ വേണ്ടി ഒരു വന്നിരിക്കുന്നതാണ്. സന്തോഷം പോകാമല്ലോ. ഞാൻ ഭാവിച്ചറിയാൻ ഭാഷ പറഞ്ഞു, എനിക്ക് എന്റെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കൊരാഗ്രഹമാണ്. ഹിസ്കിയാനോട് ദൈവം പറഞ്ഞ പോലെ നിന്റെ ഗ്രഹകാര്യം ക്രമീകരിക്കുക, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയ പറഞ്ഞു, നോക്കണമേ എന്ന്. അപ്പൊ അന്നേരം കർത്താവ് ഹിസ്കിയാന്റെ ജീവിതത്തിൽ 15 വർഷം നീട്ടി കൊടുത്ത പോലെ ഞാൻ ബാബ്ജരി മാസം എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ ഗ്രഹകാര്യം കുറച്ച് ക്രമീകരിക്കാനുണ്ട്.
എന്റെ മകള് ജെസ്സി കുവൈറ്റിൽ കടന്നു വരുന്നു. അടുത്ത ദിവസം ജെയ്സൺ ഓസ്ട്രേലിയയിൽ കടന്നു വരുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ ചിലവായിട്ടുണ്ട്. മോൻ കൂടെ വന്നിട്ട് വേണം എനിക്ക് ഇവിടുന്ന് കിടന്നു പോകാൻ. അപ്പൊ ഒരു മോൻ കൂടെ കിടന്നു വന്നു കാര്യങ്ങൾ 15 ദിവസത്തെ എനിക്കൊരു ആയുസ് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്റ്റ് 15 ദിവസം എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് കടന്നു പോയി. ഇവിടെ മോൻ കടന്നു വന്നു. കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എല്ലാ കാര്യം ക്രമീകരിച്ചു. ഇന്ന് 20 മാസമായി കടവയ്ക്കായി ചെയ്തു തന്നു. 20 മാസം. അത് വെറുതെ കിടന്നോണ്ടല്ല, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ അനേക ഭാര്യകൾ കടന്നുപോയി സുവിശേഷം പറയുക. സഹായിച്ചു സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ദൈവം നമ്മളെ ഒരു നിമിഷവും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടിയുള്ളത്. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പല സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ഒരു ഇടിമിന്നൽ പൊളിയെ മിന്നുമ്പോഴേ എത്ര ആയുസുണ്ട് അല്ലേ? പക്ഷേ ആ ഒരു മാത്രം ദൈർഘ്യമുള്ള ആ ഇടിമിന്നൽ വഴി കാണാതെ തപ്പിത്തറി ഇടലിൽ കൂടെ നടക്കുന്ന ആ ഒരു വഴിയാത്രക്കാരനാണ്. ആ ഒറ്റ മിന്നലും വഴി അടുത്തൊരു സ്റ്റെപ്പ് മുമ്പോട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ എത്ര ആഴ്ച എടുന്നു? ഈ പറഞ്ഞിട്ട് പൈസ എത്ര ആഴ്ച എടുന്നു? അത്രയും ആയുസ് കർത്താവിന് വേണ്ടിയാണ്. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോണ്ടല്ലോ, ഇത്ര ചെല്ലുമ്പോ നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മൾ നോക്കിയിട്ടെന്നാ ഞാൻ പ്ലസ് ഇന്റർവ്യൂ സ്തുതിക്കുക. പല പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ പോയി നിങ്ങൾ അത് നല്ല ജോലി ഉള്ള കുഞ്ഞുങ്ങളായിരുന്ന 1-2 പേരും അതിനുശേഷം പിന്നെ അതിന് പ്ലസ്മോനും മോളും കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ദൈവം പഠിച്ചോണ്ടിരിക്കുക. മോളും അതിനോട് കാര്യങ്ങളെ മേടിച്ചോണ്ടിരിക്കുക. ഈ 2 കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ. ഒരിക്കലും മക്കളെ, നിങ്ങൾ ഈ ഭൂമിയിൽ കോടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടാൻ വേണ്ടി കഴിഞ്ഞാൽ ഒരു ആത്മാവിന്റെ വില വലുതാണെങ്കിൽ ഓർത്തോ, നിങ്ങൾ പുറകോട്ട് നോക്കരുത്. ഒരടി പോലും പുറകോട്ട് വെക്കരുത്. മുൻപോട്ട് വെച്ചു ആളാ ഈ 2 പേരും കുടുംബമായിട്ട് മുൻപോട്ട് വെച്ചു. ദൈവം നിങ്ങളെ മാനിക്കും. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കും. ഈ സമയം നിങ്ങളെ മാനിക്കും. പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ നല്ല ചിലപ്പോ പുറത്ത് പറഞ്ഞ വിഷയം തോന്നും. ആവശ്യമില്ല. ഏറ്റവും നല്ലത് ഉത്തമമല്ല അത്യുത്തമമായ ഒരു വഴിയാണ് കുഞ്ഞുങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ തലമുറ മിഷൻ പോലെ ഒരു മിഷൻ ഉണ്ട് കേട്ടോ. ഒരു മിഷന്റെ ഒരു വിലയ്ക്ക് ഓർത്തോളൂ. പറഞ്ഞു എത്ര ആഴ്ച മുമ്പോട്ട് പോകാൻ കാരണം നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞു. വീണ്ടും പ്രാവശ്യം പറഞ്ഞു വാക്കുകൾ ഇരിക്കുന്ന സമയത്ത് നന്ദി പറയുന്നു. വാക്കുകൾ തീരും വരെ ചേർന്ന് പാടിയല്ലോ.
നടത്തിയിടുന്നു വാരിയിലൊക്കെ മനോഭാരങ്ങളെ അറിയുന്നവല്ലഭരുണ്ടെനിക്ക് ആമേനായിലുമേ മനോഭാരങ്ങളെ അറിയുന്നവല്ലഭരും എനിക്ക് ആകുല ഓ ആശ്വാസമാ എനിക്ക് ഇടുന്നു ആമേനാകുലത്തിൽ ആശ്വാസമാവേ ഇടുന്നു ഓ നടത്തിടുന്നു അവൻ ദൈവമെന്നെ നടത്തിടുന്നു നടത്തിടുന്നു അവൻ നാൾതോറും എന്നെ നടത്തിടുന്നു അവൻ ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് നമ്മൾ ആശ്വാസം പറയാൻ പോകുന്നതിന് മുൻപ് കൃഷ്ണകാരികളെ കുറിച്ച് സ്നേഹം തുറന്നു കൊണ്ടിരുന്ന ഹോബി ഒരു മിനിറ്റ് നന്ദി വാക്കുകൂടെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. ഇന്നത്തെ മുഖ്യ കാരണത്വം കുഞ്ഞിന്റെ പ്രതിഷ്ഠ നടത്തിയ പാസ്റ്റർ തോമസ് പ്രധാനം കുടുംബത്തിനും എന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ എറണാകുളത്ത് നിന്ന് കർത്താവിന്റെ ദാസൻ വേലകളിൽ നിന്ന് വന്നു മുന്നേ അവിടെ ഇരുന്ന കർത്താവിന്റെ ദാസൻ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ദാസൻ പിന്നെ സദസ്സിലായിരിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇരു കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന ഏവർക്കും സഭയിലെ എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും എന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഇത്രത്തോളം ഞങ്ങൾക്ക് കോട്ടയായതിൽ കുഞ്ഞിന്റെ പ്രതിഷ്ഠ ഇത്രത്തോളം അനുഗ്രഹമായി നടത്തി തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കും. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അംഗമായ സറിയൻ വളരെ ഭാരവും പ്രയാസം ശ്രമിച്ചു കടന്നു നന്ദിയെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു വേദിയിൽ ആയിരിക്കുമെന്ന് ഞങ്ങളോട് പോയി കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചതല്ല, എഴുന്നേറ്റ് നടക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. പുള്ളിക്കാരന്റെ അവസ്ഥ അന്നത്തെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ജീവിതാവസാനം വരെയും ഈ ഒരു അവസ്ഥയിലായിരിക്കുമോ എന്ന് ചിന്തിച്ചു. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇവിടെ കടന്നു വന്ന് ഞങ്ങളോട് ഒത്തിരി സന്തോഷത്തിൽ പങ്കുകൊള്ളുവാൻ അടിയന കുടുംബത്തിനും കർത്താവ് ഇടയാക്കിയതിൽ ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. കുടുംബത്തെയും മറ്റു പ്രിയപ്പെട്ടവരെയും അവിടുന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ കുടുംബത്തിന്റെയും പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനത്തോളം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. വീണ്ടും ഞങ്ങളെയും കുടുംബത്തെയും വിശേഷാൽ കുടുംബത്തെയും പ്രാർത്ഥിക്കണം. ഇവിടെ പറഞ്ഞ പ്രകാരം ഉന്നത വിദ്യാഭ്യാസമൊക്കെ കൊടുത്തുവെങ്കിലും കർത്താവിന്റെ സമയമായപ്പോൾ അവരെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് കർത്താവിന്റെ വേലയിൽ കടന്നു പോയതിൽ എനിക്ക് വളരെ സന്തോഷമേ ഞങ്ങൾക്ക് ഇരുവർക്കുമുള്ളൂ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. എത്രയോ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവപാതയിലായിരിക്കുന്നത് മാതാപിതാക്കൾക്ക് കാണുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അവരെ കുഞ്ഞിനെ വളർത്തുവാൻ വേണ്ടുന്ന എല്ലാ കൃപയും കർത്താവ് കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം കർത്താവ് നടത്തിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കൂട്ടുകാര്യങ്ങളും കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. കടന്നുവന്നിരിക്കുന്ന എല്ലാവരും ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട്. എന്റെ ഭാഗത്താണ് ഫുഡ് ക്രമീകരിച്ചിരിക്കുന്നത്. ബഫേ സിസ്റ്റം ഉണ്ട്, അല്ലാതെ കൊണ്ട് എല്ലാവരും അവിടെ പോയി പറഞ്ഞു തന്നെ ആഹാരം കഴിച്ചിട്ടേ കടന്നു പോകാവൂ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് സമയത്ത് ദാസന് കുടുംബത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് അതുപോലെ ഇതിന് മുകളിൽ ആഹാരങ്ങൾ
ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ടിലുള്ള സ്റ്റെപ്പ് കൂടെ കയറുകയാണ് കുറച്ചുകൂടെ ഇത് ഈസി ആയിട്ട് കയറി പോകാവുന്ന സ്റ്റെപ്പാണ്. അതിലൂടെ കയറി പോയി ഭക്ഷണം കഴിക്കാനായിട്ട് വെള്ളം ഇതിൻ്റെ പുറകിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. സൈമൺ പാസ്റ്റർ സൈമൺ മത്തായി മുന്നോട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷ ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. നാം എല്ലാവരും കണ്ണടച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം ചെയ്ത എല്ലാ നന്മകളെയും എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമാക്കി തന്ന ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. സർവശക്തനും നിത്യനിധിമാനുമായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല പകലുകളൊക്കെയായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ തിരുനാമത്തിൽ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി പ്രിയ പൈതലിന്റെ ആലയുടെ അപ്രതിഷ്ഠ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇന്ന് ആടികൾക്ക് പങ്കുകൊള്ളുവാൻ കണ്ണം കർത്താവ് കൃപേതനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്ന വൃഥാ കാണിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരെ ദൈവം എത്രത്തോളം സഹായിച്ചുള്ള കർത്താവേ, അവരുടെ ജീവിതത്തിൽ നൽകിക്കൊടുത്തിരിക്കുന്ന എല്ലാ ആത്മീയ ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് കർത്താവേ, ഇന്ന് പൽക്കാല ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ പൈതല് ബാലശിക്ഷയിലും പത്യോപദേശത്തിലും കർത്താവിന്റെ തിരുസന്നിധിയിൽ വളർന്നു വരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായി ചർച്ചക്കാരായി ദൈവദാസന്മാരായി സഭാവിശ്വാസികളായി ഒക്കെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം അനുഗ്രഹിക്കണമേ. തിരുകൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം സർവശക്തനായ യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഇത്രത്തോളം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. ശുശ്രൂഷകളെ ദൈവം ആദരിച്ചതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് വീണ്ടും നമ്മെ അതാതിരങ്ങളിൽ അനുഗ്രഹിപ്പാൻ പോകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും എല്ലാ നാളും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകമെമ്പാടുള്ളതായ സകല വിശുദ്ധന്മാരോടും ഇന്ന് പകൽ എഡ്യൂക്കേഷൻ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും സമർപ്പിക്കപ്പെട്ട പൈതലിനോടും അവരുടെ മാതാപിതാക്കളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അനക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരെയും ലഭിച്ചെന്ന ഭക്ഷണം ഭക്ഷിച്ച് പാനം ചെയ്ത്